ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ ആയാലും കാപ്പിയുടെ കൂടെ ആയാലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? കാടക്കോഴി റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇറച്ചി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. കാട ഇറച്ചിയായാലും കാട മുട്ടയായാലും ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു പ്രയോജനപരമായ ഔഷധമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ശ്വാസം മുട്ടും അലർജിയൊക്കെ ഉള്ളവർ ദിവസവും ഒരു കാടമുട്ട കഴിക്കുന്നത് നന്നായിരിക്കും. കാട ഇറച്ചി മസാലയൊക്കെ പുരട്ടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ, അത് മുങ്ങിപ്പൊരിക്കാൻ കണക്കിനുള്ള എണ്ണ വീത്തി ഓരോരോ പീസസായിട്ട് ഇട്ട് പൊരിച്ചെടുക്കേണ്ടതാണ്. ഒരു വശം നന്നായി മൂത്ത് വരുമ്പോഴേക്കും അടുത്ത വശവും തിരിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മറുവശം കൂടി നന്നായിട്ട് മൂത്ത ശേഷം കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. 2 പ്രാവശ്യം ഇട്ട് പൊരിക്കാനായിട്ടുള്ള കാട ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. റോസ്റ്റായി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ പൊരിച്ചെടുത്തും കഴിക്കാവുന്നതാണ്. വീട്ടിൽ സാധാരണ തയ്യാറാക്കുമ്പോൾ പകുതി ഭാഗം പൊരിച്ച് അപ്പോൾ തന്നെ കുട്ടികൾ കഴിക്കാറുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമാണ്. ബാക്കി പകുതി റോസ്റ്റാക്കി വെക്കാറാണ് പതിവ്. ഇപ്രാവശ്യവും അത് തെറ്റിയിട്ടില്ല, അതുപോലെ തന്നെ സംഭവിച്ചു. കാടയിറച്ചി പൊരിച്ചെടുക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ജോലിയാണെങ്കിലും ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതാണ് ടഫായിട്ടുള്ള ജോലി. ആ ഒരു പാനിൽ തന്നെ നമുക്ക് മസാലയും തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി വീഴ്ത്തി കുറച്ച് കടുക് ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായി ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 3 സവാള ചെറുതായിട്ട് നീളത്തിനരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. തീ കുറച്ച് വെച്ച് വേണം നമുക്ക് ഈ ഒരു സവാള റോസ്റ്റാക്കി എടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് തീ കുറച്ച് വയ്ക്കുക. സവാള നന്നായി ഒന്ന് വരണ്ട് വരാനായിട്ട് ഒരു അടപ്പും കൂടി ഉപയോഗിച്ച് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ സമയം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാവുന്നതാണ്. സവാള ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം വീണ്ടും അടപ്പ് ഉപയോഗിച്ച് മൂടി വേവിക്കുക ഒന്നുകൂടി. ഉള്ളിൽ നന്നായിട്ട് മസാലയും അരപ്പും എല്ലാം പിടിക്കണം. അതിനായിട്ട് തീ കുറച്ച് വെച്ച് തന്നെയാണ് വേവിക്കേണ്ടത് എപ്പോഴും. ഉള്ളി ഏകദേശം വരട്ടി ഈ ഒരു പരുവത്തിലാക്കണം. അതിനുശേഷം നമുക്ക് 2 തക്കാളി കൂടി അരിഞ്ഞ് ഇതിൽ ചേർത്ത് വേവിച്ച് എടുക്കേണ്ടതാണ്. തക്കാളി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടപ്പ് ഉപയോഗിച്ച് മൂടി വേവിക്കുക. ഇപ്പോൾ തക്കാളി കൂടി നന്നായിട്ട് വെന്ത് ഇതിൽ യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ചേക്കുന്ന ഇറച്ചി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വേവിക്കണം. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായ കാട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക.